സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുള്ള ഏത് ഭീഷണിക്കും ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. അതിർത്തി കടന്നുള്ള വെല്ലുവിളികളെ നേരിടുന്നതിൽ സായുധ സേനയെ അദ്ദേഹം പ്രശംസിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം, തീവ്രവാദ ഘടകങ്ങൾക്കുള്ള പിന്തുണ, നിലവിലുള്ള സ്ഥിതി മാറാനുള്ള ശ്രമം തുടങ്ങി നിരവധി രൂപങ്ങളിൽ വെല്ലുവിളികൾ ഉയരുന്ന മേഖലയാണ് ഇന്ത്യയെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. അത്തരം സങ്കീർണമായ സാഹചര്യങ്ങൾക്ക് ലക്ഷ്യത്തിന്റെ വ്യക്തത ആവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഞാൻ വ്യക്തമായി പറയട്ടെ, നമ്മുടെ പരമാധികാരത്തിന്റെയും നമ്മുടെ ജനങ്ങളുടെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് പ്രതിരോധ മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. സായുധ സേനകളുടെ പങ്ക് എടുത്തു പറയുമ്പോൾ ശക്തവും സുരക്ഷിതവും വികസിതവുമായ ഇന്ത്യ സായുധ സേനകളിലൂടെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സായുധ സേനകൾ ഭാവിക്ക് തയ്യാറാണെന്നും നമ്മുടെ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ സർക്കാർ സ്ഥിരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷയും കണക്ടിവിറ്റിയെയും പിന്തുണയ്ക്കുന്നതിനായി അതിർത്തി, സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് രാജ്നാഥ് സിംഗ് ഊന്നൽ നൽകി. സേനകളുടെ ആധുനികവൽക്കരണത്തെക്കുറിച്ച് പുതിയ പ്ലാറ്റ്ഫോമുകൾ, സാങ്കേതിക വിദ്യകൾ, ഘടനകൾ എന്നിവയിലൂടെ അവയെ നവീകരിക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. കൂടാതെ വേഗത, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കാൻ സംഭരണ പ്രക്രിയകളും പരിഷ്കരിക്കുന്നുണ്ട്. ശക്തിയെപ്പോലെ തന്നെ പ്രധാനമായി പ്രതിരോധ ശേഷിയും മാറിയിരിക്കുന്നു. ആഘാതങ്ങളെ ഉൾക്കൊള്ളാനും വേഗത്തിൽ പൊരുത്തപ്പെടാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒന്നാണ് പ്രതിരോധ ശേഷിയുള്ള ഇന്ത്യ. പ്രതിരോധം, സമ്പദ് വ്യവസ്ഥ, സമൂഹം എന്നിവയ്ക്ക് ചുറ്റും നാം പ്രതിരോധശേഷി കെട്ടിപ്പടുത്താൽ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് നീങ്ങുന്ന ഒരു രാഷ്ട്രമാണ് നമ്മൾ നിർമ്മിച്ചത്. നമ്മുടെ ശക്തി വീണ്ടെടുക്കാനും പുനഃസംഘടിപ്പിക്കാനും മുമ്പത്തേക്കാൾ ശക്തമായി ഉയരാനുമുള്ള കഴിവിലാണ്. പ്രതിരോധശേഷിയും ഏറ്റവും ശക്തമായ സ്തംഭം നമ്മുടെ സായുധ സേനകളാണ്. അവരുടെ സംഭാവന നമ്മുടെ അതിർത്തികളെ സംരക്ഷിക്കുന്നതിനപ്പുറമാണ്. ഏറ്റവും ആവശ്യമുള്ളിടത്ത് അവർ സ്ഥിരത കൊണ്ടുവരുന്നു. ദുരന്തങ്ങളിൽ അവർ സിവിൽ അധികാരികളെ പിന്തുണയ്ക്കുന്നു. അവർ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു. സംയുക്ത അഭ്യാസങ്ങളിലൂടെയും സമാധാന പാലനത്തിലൂടെയും അവർ അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. സായുധ സേനയിലെ പരിഷ്കരണവും ആധുനികവൽക്കരണവും ഭരണപരമായ കടമകൾ മാത്രമല്ല, ഇന്ത്യയുടെ ദീർഘകാല ഭാവിയിലെ നിക്ഷേപങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിരമായ ഒരു ഇന്ത്യ സ്ഥിരതയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ പല രാജ്യങ്ങൾക്കും സമഗ്രവും സുതാര്യവും സംരക്ഷിതവുമായ ഭരണത്തിന് ഒരു മാതൃക വാഗ്ദാനം ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ അല്ലെങ്കിൽ ബഹിരാകാശം എന്നിങ്ങനെയുള്ള വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളോടുള്ള ഇന്ത്യയുടെ ധാർമ്മിക സമീപനം മറ്റുള്ളവർ നോക്കുന്ന മാനദണ്ഡങ്ങൾ സജ്ജമാക്കുന്നു. സമാധാനം, കാലാവസ്ഥ, ഉത്തരവാദിത്തം, മാനുഷിക മൂല്യങ്ങൾ എന്നിവയുമായുള്ള നമ്മുടെ പ്രതിബദ്ധത അന്താരാഷ്ട്ര സഹകരണത്തിന് ധാർമ്മിക ഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.